Polymers specialty polymers, electroluminescent polymers, biopolymers. Okay. So first, specialty polymers main item മൂന്ന് type polymers ആണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. ഒന്ന് electroluminescent polymers ELP എന്ന് പറയും. രണ്ട് ബയോപോളിമേഴ്സ്, പിന്നുള്ളത് കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പ്. ഫസ്റ്റ് ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് അല്ലെങ്കിൽ ELPs എന്ന് പറയും. So these are organic materials that emit light when electric current passes through them. അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. മെറ്റീരിയല് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് പോളിമേഴ്സിനാണ് നമ്മൾ ELPs അല്ലെങ്കിൽ ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. These polymers are widely used in light emitting diodes, LEDs ഉപയോഗിക്കും, display technologies and lighting applications due to their flexibility, lightweight nature and ability to produce vibrant colors. ഈ മൂന്ന് ആപ്ലിക്കേഷനുമാണ്, ഈ മൂന്ന് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് അവരെ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. OLEDs ഒക്കെ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ TVs ഒക്കെ കണ്ടിട്ടില്ല, ഡിസ്പ്ലേസ് അങ്ങനെ വരുന്നത്. അപ്പൊ OLEDയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് ആണ്. പിന്നെ ഇനി അടുത്ത് ഇവര് എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇവരെങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഒരു പ്രോസസ്സുകളിൽ കൂടെയാണ്. ഒന്നാമത് ഇൻജക്ഷൻ ഓഫ് ചാർജസും, രണ്ട് ഈ ചാർജസിന്റെ റീകോമ്പിനേഷനുമാണ്. ചാർജസ് നമുക്കറിയാം, മെയിൻ ആയിട്ട് ചാർജസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസും ഹോൾസും. നമ്മള് സെമി കണ്ടക്ടേഴ്സിൽ പഠിക്കുന്ന സെയിം ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കണേ. ഇവിടെ ഇൻജക്ഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാർജ് പോളിമേഴ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. So when an electric field is applied across an ELP, electrons are injected into the material from the cathode, which is the negative electrode, and holes, which is the positive charge carriers, are injected from the anode. അതായത് ആനോഡ് വഴി ഹോൾസും കാഥോഡ് വഴി ഇലക്ട്രോൺസും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയലിലോട്ട് ഇൻജക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ദീസ് ചാർജസ് ട്രാവൽ ത്രൂ ദ പോളിമർ മെറ്റീരിയൽ ടുവേർഡ്സ് ഈച്ച് അതർ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും. ട്രാവൽ ചെയ്യുന്ന സമയത്താണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുക. സോ when the electrons and holes meet within the polymer, they recombine. This process releases energy in the form of light. ഇവര് തമ്മിൽ, ഹോൾസ് ഇലക്ട്രോൺസും തമ്മിൽ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും. ആ എനർജി ഗ്യാപ്പ് മീൻസ് ഒരു ഡിഫറൻസ് ഇൻ എനർജീസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഇൻ എനർജി അവർ ലൈറ്റ് ആയിട്ട് പുറത്ത് വിടും. ഈസ് ഈക്വൽ ടു H nu എന്ന രീതിയിലായിരിക്കും വിടുന്നത്. ഈ ഒരു വേവ് ലെങ്തിനനുസരിച്ചായിരിക്കും, ഇതിപ്പോ എത്രയാണോ വേവ് ലെങ്ത്, ആ വേവ് ലെങ്തിനനുസരിച്ചായിരിക്കും ആ ഒരു സ്പെസിഫിക് പോളിമർ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ലൈറ്റിന്റെ കളർ ഡിസൈഡ് ചെയ്യുന്നത്. And energy of the emitted photon corresponds to the band gap of the polymer, determining the color of the emitted light. ഇത് ഈ പറഞ്ഞത് തന്നെയാണ്. ഹോൾസും ഇലക്ട്രോൺസും തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവും. ആ ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ട് ചെയ്തിട്ടായിരിക്കും ഇവരുടെ കളേഴ്സ് ഉണ്ടാവും. മെയിനായിട്ട് ഇവിടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിഷൻ തന്നെയാണ്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ദർ ഫ്ലെക്സിബിൾ, അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും. വെയറബിൾ ടെക്നോളജി, വെയറബിൾ ഇലക്ട്രോണിക്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കളർ ട്യൂണബിലിറ്റി ഉണ്ട്. കളർ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ മാറ്റാം. അതായത് എനർജി ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് എനർജി എഫിഷ്യൻസി ആണ്. ഇപ്പൊ LEDs നമുക്കറിയാം, കമ്പയർഡ് ടു അതർ
എന്താ പറയാ ലൈറ്റ് എമിറ്റിംഗ് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ LED ഭയങ്കര എഫിഷ്യന്റ് ആണ്. അതായത് ഈ ഹീറ്റ് എനർജിയുടെ ലോസസ് ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ഓൾമോസ്റ്റ് 99% ഒക്കെ ലൈറ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് കിട്ടും. വളരെ എനർജി എഫിഷ്യന്റ് ആണ്. പിന്നെ തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അതും അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും എന്തുകൊണ്ടാണ് തിന്നാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു തിന്നാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രോപ്പർട്ടി നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇവിടെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഡിസ്പ്ലേസ്, ലൈറ്റ്നിങ്, വെയറബിൾസ്, ഓട്ടോമോട്ടീവ്സ് ആൻഡ് സെൻസേഴ്സ് ഇതിലൊക്കെയാണ്. ഡിസ്പ്ലേസിൽ ഈ പറഞ്ഞ പോലെ OLED TV, OLED ഡിസ്പ്ലേ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇപ്പൊ OLED എന്ന് പറയുമ്പോൾ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. സാധാ LEDയെ നമ്മളൊരു ഓർഗാനിക് പോളിമറിന്റെ ബേസിസിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന് നമ്മൾ OLEDs എന്ന് പറയുന്ന TV സ്ക്രീൻസ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് അതർ വെയറബിൾസ്. വെയറബിൾസ് എന്ന് പറയുമ്പോൾ വാച്ചും ബാക്കി സാധനങ്ങളൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് ട്രാൻസ്പെറന്റ് ഡിസ്പ്ലേസ് ഫോർ ഫ്യൂച്ചറിസ്റ്റിക് ഡിവൈസസ്. ട്രാൻസ്പെറന്റ് ഡിസ്പ്ലേസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലാണ്, ELPs ആയിരിക്കും. ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ്. വെയറബിൾസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഫാബ്രിക്സ് ഫോർ ഫാഷൻ ആൻഡ് സേഫ്റ്റി അപ്പാരൽസ്. ഈ ചില ഡാൻസസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഡ്രസ്സിൽ ലൈറ്റ് ഒക്കെ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ട്. അത് ഫ്ലെക്സിബിലിറ്റി ആണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സേഫ്റ്റി അപ്പാരൽ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ നമ്മൾ ഈ റിഫ്ലക്ടേഴ്സ് പോലത്തെ ഡ്രസ്സസ് ഒക്കെ കണ്ടിട്ടില്ലേ. എന്തായാലും വർക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ വർക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് സേഫ്റ്റി അപ്പാരൽ എന്ന് പറയുന്നത്. ആൻഡ് ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ഗ്ലോയിങ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ട് മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വേണ്ട സ്ഥലത്ത് നമുക്കൊരു പോളിമർ യൂസ് ചെയ്യാം. പിന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ കാറിന്റെ ഒക്കെ ഇന്റീരിയറിൽ നമ്മൾ ഡാഷ്ബോർഡിലൊക്കെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വെക്കത്തില്ലേ, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. അതുപോലെ നിയോൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതും ഒക്കെ ELPസിന്റെ അകത്ത് വരുന്നത്. പിന്നെ സർട്ടൺ സെൻസർ ആപ്ലിക്കേഷൻസ്, അതായത് പർട്ടിക്കുലർ ഇലക്ട്രിക് കറണ്ട് വരുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്യാനും എന്താ പറയാ ഓരോ സെൻസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളർ, ഈ ട്യൂണബിലിറ്റിക്കകത്ത് വരുന്ന ഡിഫറെന്റ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണെന്നുള്ളതൊക്കെ സെൻസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ആൻഡ് ഇവർക്ക് ഇത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്ന ഡീഗ്രഡേഷൻ ആണ്. ഈ മോസ്റ്റ് ഓഫ് ദിസ് പോളിമേഴ്സും ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷന് പ്രോൺ ആണ്. They are too sensitive to oxygen and moisture, leading to reduced operational lifetimes. ഒരുപാട് കാലം കഴിയുന്ന സമയത്ത് ഫേഡ് ആയി പോകാനും ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എഫിഷ്യൻസി ബേസ് പറയുമ്പോൾ ദോ ഇംപ്രൂവിംഗ് ELP still face challenges in the matching the efficiency with inorganic counterparts. ഈ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർലി ELPസിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് കേട്ടോ, LED ആപ്ലിക്കേഷൻ അല്ല. ലൈറ്റ്നിങ്ങിന്റെ കേസിലല്ല ഇവർ ഉദ്ദേശിക്കുന്നത്, ELPസിന്റെ കേസിലാണ്. ഇൻഓർഗാനിക് കൗണ്ടർ പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ ELPസിന്റെ അതിന് കുറച്ച് എഫിഷ്യൻസിക്ക് കുറച്ച്, പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, എഫിഷ്യന്റ് ആണ് സ്റ്റിൽ. തെർമൽ സ്റ്റെബിലിറ്റി ആൻഡ് ദീസ് പോളിമേഴ്സ് ക്യാൻ ഡീഗ്രേഡ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ, ലിമിറ്റിംഗ് ദ ഡ്യൂറബിലിറ്റി. മോസ്റ്റ് ഓഫ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും ഇത് കോൺജുഗേഷൻ എന്ന് പറഞ്ഞിട്ട്. കോൺജുഗേഷൻ കഴിഞ്ഞ ആർക്കെങ്കിലും അറിയോ കോൺജുഗേഷൻ എന്ന് വെച്ചാൽ എന്താ? പോളിമറിൽ കോൺജുഗേഷൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ കോൺജുഗേഷൻ? അറിയില്ലേ? ഓക്കെ. ആൾട്ടർനേറ്റീവ് സിംഗിൾ ഡബിൾ ബോണ്ട് വരുന്നതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ കേസിലും പഠിക്കും. ഒരു പോളിമർ കണ്ടക്ട് ആവുന്നതിന്റെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് കോൺജുഗേഷൻ. ആൾട്ടർനേറ്റീവ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് വേണം. അപ്പൊ അവിടെ ഡബിൾ ബോണ്ട്സും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ പൈ ബോണ്ടാണ്. പൈ ബോണ്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ അവര് തെർമൽ സ്റ്റെബിലിറ്റി കുറവാണ്. അത്യാവശ്യം ടെമ്പറേച്ചർ വരുമ്പോൾ തന്നെ ആ പൈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് പോകും. Then production scalability, large scale manufacturing with consistent quality remains challenging. ഭയങ്കര ലാർജ് സ്കെയിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് സ്റ്റിൽ ചലഞ്ചിങ് ആണ്. ബട്ട് സ്റ്റിൽ OLEDs ഒക്കെ ഇപ്പോഴും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ELP. ഇതിന് യൂസ് ചെയ്യുന്ന കുറച്ച് പോളിമേഴ്സ് ഉണ്ട്, നോക്കാം. ഈ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ സാധനങ്ങളാട്ടോ. ഈ ആപ്ലിക്കേഷൻ പഠിക്കുക, പോളിമർ പഠിക്കുക, എന്റെ മോണോമർ, പിന്നെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ സ്ട്രക്ചർ വെച്ചിട്ട് എന്താ സാധനം എന്നൊക്കെ ചോദിച്ചിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ആ ഒരു ടൈപ്പ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ.
അപ്പൊ മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ നോക്കുക, സ്ട്രക്ചർ നോക്കുക, പിന്നെ ആ പോളിമേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, സോ ഒന്നാമത്തെ ELP-യുടെ എക്സാമ്പിൾ PPV എന്ന് പറയും, പോളി പാരാഫിനിലിൻ ബിനിലിൻ എന്ന് പറഞ്ഞിട്ടൊരു. ഇതിന്റെ മോണോമർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാരാഫിനിലിൻ ബിനിലിൻ. ഇതാണ് ആ സ്ട്രക്ചർ. ഈ ഫിനിലിൻ അല്ലെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന സാധനം ബെൻസീൻ റിംഗ് ആണ് കേട്ടോ. അതിനാണ് നമ്മൾ ഫിനൈൽ എന്നൊക്കെ പറയുന്നത്. വിനൈലിൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് കാർബൺ വരുന്ന ഒരു സാധനം. PVC-യുടെ കേസിൽ പഠിക്കുന്നതാണ്. ഇതാണ് സ്ട്രക്ചർ. ബെൻസിൻ റിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു CH2 അല്ല CH അല്ലേ, CH ഡബിൾ ബോണ്ട്. ഓക്കെ, ആൻഡ് PPV മെയിൻ ആയിട്ട് യെല്ലോ ഗ്രീൻ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് അറൌണ്ട് 520 to 550 നാനോമീറ്റർ. ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഗുഡ് ഇലക്ട്രോലുമിനസൻസ് എഫിഷ്യൻസി, സ്റ്റേബിൾ ആൻഡ് റോബസ്റ്റ് അണ്ടർ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ. മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻസ് വരുന്നത് ഫൗണ്ടേഷണൽ മെറ്റീരിയൽ ഫോർ ഏർലി പോളിമർ ബേസ്ഡ് OLEDs. OLEDസിന്റെ ഒക്കെ പ്രൈമറി ആയിട്ടുള്ള ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് PPV ആണ്. ആൻഡ് യൂസ്ഡ് ഇൻ ലോ കോസ്റ്റ് ഡിസ്പ്ലേ ടെക്നോളജീസ് ആൻഡ് റിസർച്ച് ആൻഡ് ഡിവൈസ്ഡ് ആപ്ലിക്കേഷൻ. ഡിസ്പ്ലേസിലാണ് മെയിൻ ആയിട്ട് നമ്മൾ PPV യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചർ പഠിക്കുക. അടുത്ത പോളിമർ വരുന്നത് പോളിഫ്ലൂറോൺ ആണ്. ഫ്ലൂറോൺ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ വെച്ച് പഠിക്കരുത്, ഫ്ലൂറിൻ അല്ല. ഫ്ലൂറോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിന് ടോട്ടലായിട്ട് പറയുന്നതാണ് ഫ്ലൂറിൻസ്. ഫ്ലൂറോൺ അല്ല, ഫ്ലൂറിൻസ്. ഫ്ലൂറിൻ അല്ല, ഫ്ലൂറിൻസ്. അത് സ്പെല്ലിംഗും മാറിപ്പോ വരും. ആൻഡ് ഇവര് ഒരു ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് ആണ്, വിച്ച് ഇസ് കമ്മിങ് അറൌണ്ട് 400 to 470 നാനോമീറ്റർ വിത്ത് സം ഡെറിവേറ്റീവ്സ് ട്യൂൺ ടു ഗ്രീൻ ആൻഡ് റെഡ്. ഇത് നമുക്ക് ട്യൂൺ ചെയ്ത് ഗ്രീനും റെഡും ഒക്കെ ആക്കാനും പറ്റും. ആൻഡ് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി. ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പവറിനെയാണ് ക്വാണ്ടം അത് പറയുന്നത്. ആൻഡ് എക്സലന്റ് തെർമൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ഈസ് ആണ്. ആപ്ലിക്കേഷൻ അഡ്വാൻസ്ഡ് OLED ഡിസ്പ്ലേസ് ആൻഡ് ബ്ലൂ എമിറ്റിംഗ് മെറ്റീരിയൽസ് ഫോർ ഫുൾ കളർ ഡിസ്പ്ലേസ്. ഡിസ്പ്ലേസിൽ തന്നെയാണ് മെയിൻ ആയിട്ട് പോളിഫ്ലൂറോൺസും യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ നമുക്ക് 2 ബെൻസീൻ റിംഗ് ഉണ്ടാവും. 2 ബെൻസീൻ റിംഗിനെ ഒരു പെന്റഗൺ പോലത്തെ സാധനം വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു വിചാരിക്കുക, ഒരു സ്ട്രക്ചർ. ഓക്കെ, അടുത്ത വരുന്ന പോളി തയോഫീൻസ് ആണ്. തയോ എന്ന് പറയുമ്പോൾ തന്നെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, തയോ എന്ന് പറയുമ്പോൾ തന്നെ സൾഫർ കണ്ടെയ്നിങ് ഗ്രൂപ്പ്സിനെയാണ്, സൾഫർ കണ്ടെയ്നിങ് പോളിമേഴ്സിനാണ് തയോ ആര് പറഞ്ഞത്. പോളി തയോഫീൻസ് എന്ന് പറയുമ്പോൾ they emit red to orange light, which is around 580 to 650 നാനോമീറ്റർ. ആ ഒരു വേവ്ലെങ്തിലുള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പോളി തയോഫീൻസ്. And they have a good stability and processability, and they have high charge carrier mobility. And the main application, display backlighting and signage. Research on flexible optoelectronic devices. Flexible optoelectronic devices ഉണ്ടാക്കാനായിട്ടും പോളി തയോഫീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന പോളി പാരാഫിനിലിൻ. പോളി പാരാഫിനിലിൻ എന്ന് പറയുമ്പോൾ വെറുതെ ബെൻസീൻ റിംഗ്സ് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നൊരു പോളിമറാണ്. ഇവര് മെയിൻ ആയിട്ട് ബ്ലൂ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്, അറൌണ്ട് 400 to 500 നാനോമീറ്ററിൽ വരുന്ന. ആൻഡ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. tend to have limited solubility in organic solvents, making processing more challenging. ബെൻസീൻ റിംഗ് സോല്യൂബിലിറ്റി ഒക്കെ കുറവാണ് ബെൻസീൻ റിംഗിന്റെ കേസിൽ. ഇപ്പോ ലിമിറ്റഡ് സോലിബിലിറ്റി ലിമിറ്റഡ് ആയതുകൊണ്ട് പ്രോസസ്സിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ മോസ്റ്റ് ഓഫ് ദ ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ് നമ്മൾ ഈ പോളിമേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോളിമേഴ്സിനെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ്സിൽ നമ്മൾ ഡിസോൾവ് ചെയ്യും. എന്നിട്ട് ആ സോൾവെന്റ്സ് അപ്പൊ ഒരു എമൾഷൻ പോലത്തെ ഒരു സാധനം കിട്ടും നമുക്ക്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പോളിമറിനെ ഒരു സോൾവെന്റിൽ മിക്സ് ചെയ്തൊരു എന്താ പറയാ ഒരു സൊല്യൂഷൻ എന്ന് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഒരു എമൾഷൻ പോലത്തെ ഒരു സാധനം കിട്ടും. എന്നിട്ട് ഇതിനെ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് വഴി കോട്ടിങ് പോലെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ജനറലി ഈ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പൊ കോട്ടിങ് പോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ തിന്നായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ തിൻ ലെയർ ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ അത് ഒരുപാട് എഫിഷ്യന്റ് ആണ്. നമ്മൾ നോർമൽ ഇതൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിക്കായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. ഫാബ്രിക്കേഷൻ മെത്തേഡ്സ് നമുക്ക് മെഷീൻസ് വഴി ചെയ്തെടുക്കുന്നതിന്റെ ഒരു ഫിലിമൊക്കെ ചെയ്തെടുക്കുന്നെങ്കിൽ അതിന്റെ തിക്നെസ് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എക്സ്ട്രീം തിന്നായിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ സോലിബിലിറ്റി ഒക്കെ ചെയ്തിട്ട് ഒരു പെയിന്റിന്റെ ആ ഒരു രൂപത്തിൽ അങ്ങനെ ആലോചിക്കുക.
ഇപ്പോ കണ്ടക്ടിങ് പെയിന്റ് ഒക്കെ ഉണ്ട്. കണ്ടക്ടിങ് പെയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എന്താ പറയുക ഒരു സ്വിച്ച് ബോർഡ് അല്ല, ബോർഡില്ലേ, ഇലക്ട്രിക് സർക്യൂട്ട് ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ 1-2 ഡിവൈസസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് നമുക്ക് ഒരു പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ലൈൻ വരച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അവിടെ ലൈറ്റ് വേണമെങ്കിൽ ഇത് സെയിം എന്താ പറയാ കണ്ടക്ടിങ് പോളിമേഴ്സും ഇതിന് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ മെയിൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് സോൾവെന്റ് എടുക്കുക, ആ സോൾവെന്റ് മിക്സ് ചെയ്തിട്ട് കോട്ടിങ് പോലെ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ തിന്നായിട്ടുള്ള ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവരും ഏർലി ദേവർ യൂസിങ് ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസസിൽ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ സ്റ്റഡീസ് ഫോർ ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഫ്ലെക്സിബിൾ ഡിവൈസസിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് കിട്ടാനായിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ പോളിപാരാഫിനിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.